ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അമാവാസിയിൽ നിന്നെടുത്ത സന്ദർശനം +1 പാഠപുസ്തകത്തിലെ ആദ്യത്തെ ഭാഗം. ആശയം: പ്രണയത്തിൻ്റെ നിത്യവസന്തത്തിൽ നിന്ന് വിരഹത്തിൻ്റെ കൊടും ചൂടിലേക്ക് വലിച്ചെറിയപ്പെട്ട കാമുകൻ്റെ നീറുന്ന മനസ്സ് സന്ദർശനത്തിൽ അനാവരണം ചെയ്യുന്നു. വേർപിരിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന അവർ ഒന്നും പറയാനാവാതെ ഇരിക്കുകയാണ്. മൗനം കുടിച്ചിരിക്കുന്നു എന്ന പ്രയോഗം ഏറെ പറയാനുണ്ടെങ്കിലും മനസ്സ് ശൂന്യമാണെന്ന് സൂചിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ വെളിച്ചം പൊലിഞ്ഞു പോകുന്നത് പോലെ ജനലിനപ്പുറം പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു. സന്ധ്യയാവുന്നത് അവർ തിരിച്ചറിയുന്നു. സന്ധ്യാസമയത്ത് ചേക്കേറുവാൻ കൂടുകളിലേക്ക് കിളികൾ പറന്നു പോകുന്നത് പോലെ ഓർമ്മയുടെ കിളികൾ പറന്നു പോകുന്നു. പൊൻചെമ്പകം പൂത്ത കരൾ പണ്ടേ തന്നെ കരഞ്ഞു പോയതാണെങ്കിൽ ചിലതെല്ലാം കവിക്ക് പറയുവാനുണ്ട്. മറപിടിച്ച ചുണ്ടിൽ തുളുമ്പി നിന്നിരുന്ന കവിത പോലും വരണ്ടുപോയിരിക്കുന്നു. ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ ഏകാന്തമായൊരു കരച്ചിൽ തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നു. കാവ്യഭാവന ചിറക് വിരിക്കാനാവാതെ പോയി. കരൾ കരിഞ്ഞുപോയി. കവിത വരണ്ടുപോയി. ഓർമ്മയുടെ വിദൂരസാഗരം തേടി കവി ഹൃദയം അലയുകയാണ്. ഓർമ്മകൾ വളരെ അകലെയാണ്. സാഗരം പോലെ വിശാലവുമാണ്. കവി മനസ്സിൻ്റെ പ്രേമവും സന്തോഷവും നിറച്ചിരുന്ന പ്രണയിനിയോടൊപ്പമുള്ള നിമിഷങ്ങൾ മറവിയിൽ ആണ്ടുപോയി. നഗരവീതിയിലൂടെ മരണവേഗത്തിലോടുന്ന വാഹനങ്ങൾ, അതിലൂടെ നിത്യേനയുള്ള യാത്രക്കാർ, മദ്യത്തിൻ്റെ ലഹരിയിൽ മുഴുകിക്കിടന്ന നഗരതുല്യമായ യാത്രക്കാർ, സത്രങ്ങളിലെ വാസം, വേർപാടിന് ശേഷമുള്ള കവിയുടെ ജീവിതാവസ്ഥ ഇതെല്ലാമാണ്. ഏകാഗിയായിരിക്കുമ്പോൾ കവി ഹൃദയം ഭൂതകാലങ്ങളിലൂടെ ദുഃഖിതനായി അലിഞ്ഞു നടക്കും. അപ്പോൾ ആ ദുഃഖത്തിന് സ്വാന്തനമായ കരുണാർദ്രമായ കാമുകിയുടെ മുഖം തെളിഞ്ഞു. കവിക്ക് നന്ദി ചൊല്ലുവാൻ കഴിയുന്നില്ല. കരച്ചിലിൻ്റെ പ്രക്ഷുബ്ധമായ അഴിമുഖം ഇനിയും നമ്മൾ കാണാതെയിരിക്കുക. നമുക്ക് പോകുവാൻ സമയമായി. അല്ലെങ്കിലും രാത്രിയിലെ നിഴലുകളെ പോലെ നാം പണ്ടേ പിരിഞ്ഞവരാണല്ലോ എന്ന സത്യം കവി തിരിച്ചറിയുന്നു.